ഈശോ ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുകയായിരുന്നു. അപ്പോൾ അവന്റെ ശിഷ്യന്മാർക്ക് വിശന്നു. അവർ കതിരുകൾ പറിച്ചു തിന്നാൻ തുടങ്ങി. ഫരിസേയർ ഇത് കണ്ട് അവനോട് പറഞ്ഞു, നോക്കൂ, നിന്റെ ശിഷ്യന്മാർ സാബത്തിൽ നിഷിദ്ധമായത് ചെയ്യുന്നു. അവൻ പറഞ്ഞു, വിശന്നപ്പോൾ ദാവീദും അനുചരന്മാരും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവൻ ദൈവഭവനത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ തനിക്കോ സഹചരന്മാർക്കോ ഭക്ഷിക്കുവാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം ഭക്ഷിച്ചത് എങ്ങനെ? അല്ലെങ്കിൽ സാബത്ത് ദിവസം ദേവാലയത്തിലെ പുരോഹിതന്മാർ സാബത്ത് ലംഘിക്കുകയും അതേസമയം കുറ്റമറ്റവരായിരിക്കുകയും ചെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ നിയമത്തിൽ വായിച്ചിട്ടില്ലേ? എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദേവാലയത്തേക്കാൾ ശ്രേഷ്ഠമായത് ഇവിടെയുണ്ട്. വലിയ കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നിങ്ങൾ നിരപരാധരെ കുറ്റം വിധിക്കുമായിരുന്നില്ല. എന്തെന്നാൽ മനുഷ്യപുത്രൻ സാബത്തിൻ്റെയും കർത്താവാണ്. അനന്തരം ഈശോ അവിടെ നിന്ന് യാത്ര തിരിച്ച് അവരുടെ സിനഗോഗിലെത്തി. അവിടെ കൈ സൂക്ഷിച്ച ഒരുവനുണ്ടായിരുന്നു. ഈശോയിൽ കുറ്റം ആരോപിക്കണമെന്ന ഉദ്ദേശത്തോടെ അവർ അവനോട് ചോദിച്ചു, സാബത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമാണോ? അവൻ പറഞ്ഞു, നിങ്ങളിൽ ആരുണ്ട് തൻ്റെ ആൾ സാബത്തിൽ കുഴിയിൽ വീണാൽ പിടിച്ചു കയറ്റാത്തതായി? ആടിനേക്കാൾ എത്രയോ വിലപ്പെട്ടവനാണ് മനുഷ്യൻ. അതിനാൽ സാബത്തിൽ നന്മ ചെയ്യുന്നത് അനുവദനീയമാണ്. അനന്തരം അവൻ ആ മനുഷ്യനോട് പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈ നീട്ടി. ഉടനെ അത് സുഖപ്പെട്ട് മറ്റേ കൈ പോലെയായി. ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആത്മകഥയുടെ ടൈറ്റിൽ ഒരുപക്ഷെ നമുക്കെല്ലാം അറിയാം. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, അതാണ് അതിൻ്റെ ടൈറ്റിൽ. അദ്ദേഹം ഒരു സത്യാന്വേഷിയായിരുന്നു. സത്യം എന്നത് ദൈവമാണ്. ആ സത്യത്തെ തിരിച്ചറിയുവാനുള്ള അന്വേഷണമായിരിക്കണം ഓരോ ക്രൈസ്തവൻ്റെയും ജീവിതം. എന്നാൽ ചില ആളുകൾ സത്യാന്വേഷികളല്ല, കുറ്റാന്വേഷികളാണ്. അതായത് എങ്ങനെ എൻ്റെ ശത്രുവിൻ്റെ മേൽ കുറ്റം ആരോപിക്കണം എന്ന് കണ്ടെത്തി അവനെ ശിക്ഷിക്കുവാനുള്ള പഴുത് കണ്ടുപിടിക്കാനായിട്ട് നോക്കി നടക്കുന്നവർ. അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകളായിരുന്നു ഈശോയെ ഇന്ന് ചോദ്യം ചെയ്ത ഫരിസേയർ. ഫരിസേയർ എന്ന വാക്കിന്റെ അർത്ഥം വേർതിരിക്കപ്പെട്ട ഒന്നാണ്. ഞങ്ങൾ സാധാരണ ആൾക്കാരല്ല, ഞങ്ങൾ ഇച്ചിരി പ്രതാപത്തിലുള്ളവരാണ്, ഞങ്ങൾക്കാണ് നിയമമെല്ലാം അറിയാവുന്നത്, ഞങ്ങൾ പറയുന്നത് പോലെ വേണം ഈ ലോകത്തിലെല്ലാം നടക്കാൻ. എങ്ങനെയുള്ള ഭാവത്തില് യാഥാസ്ഥിതികരായ ഒരു വിഭാഗം യഹൂദ പ്രമാണിമാരായിരുന്നു ഈ ഫരിസേയർ. അവരാണ് സിനഗോഗുകൾ നയിച്ചിരുന്നത്. അവർക്ക് സംഘത്തില് കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. അവരാണ് ഈശോയെ കുരിശുമരണത്തിലേക്ക് വിധിക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ അവസാനിക്കുന്നതും അവർ സത്യം അന്വേഷിച്ചിട്ട് അതിന് പകരം കുറ്റാന്വേഷിയായി മാറിക്കൊണ്ട് അവന്റെ മേൽ എങ്ങനെ കുറ്റം ആരോപിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി കൈ സൂക്ഷിച്ചവനെ കൊണ്ടുവന്ന് ചോദിക്കുകയും അവസാനം അവനെ വധിക്കേണ്ടതിനെ കുറിച്ച് ഗൂഢാലോചന നടത്തുകയും ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുക. ഇവിടെ എന്താണ് തർക്കവിഷയം? തർക്കവിഷയം സാബത്ത് എങ്ങനെ ആചരിക്കണം എന്നുള്ളതാണ്. ഒരു സാബത്ത് ദിവസത്തില് ഈശോയും ശിഷ്യന്മാരും ഒരു ഗോതമ്പ് വയലിലൂടെ നടന്ന് സിനഗോഗിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്ന അവസരത്തിലാണ് ശിഷ്യന്മാർക്ക് വിശന്നു. അതായത് എങ്ങനെയാണ് ദാരിദ്ര്യത്തിൽ ഈശോയും ശിഷ്യന്മാരും കഴിഞ്ഞിരുന്നത്? പ്രഭാത ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് സാധിക്കുമായിരുന്നില്ല. അങ്ങനെ ഗോതമ്പ് വയലിലൂടെ പോകുമ്പോൾ അന്ന് അവര് ആ ഗോതമ്പിന്റെ കതിരുകൾ പറിച്ചെടുത്ത് അത് തിരുമ്മി അതിന്റെ തവിട് ഊതിക്കളഞ്ഞ് അതെടുത്ത് കഴിക്കുന്നു. ഈ അവസരത്തിലാണ് കുറ്റം അന്വേഷിച്ച് നടക്കുന്ന ഫരിസേയർ ഈശോയെ കുറ്റപ്പെടുത്തുകയാണ്. നിന്റെ ശിഷ്യന്മാര് ഈ നിഷിദ്ധമായത് ചെയ്തത് കണ്ടിട്ട് നീ എന്തിനാ അവരെ വിലക്കാത്തത്? എന്താണ് നിഷിദ്ധമായത്? അന്യന്റെ പറമ്പിൽ നിന്ന് അവിടുത്തെ ഗോതമ്പ് മണികൾ പറിച്ചെടുത്തു എന്ന മോഷണ കുറ്റമല്ല, അതൊരു കുറ്റമല്ല. കാരണം നിയമാവർത്തന പുസ്തകം 29-ാം അധ്യായം 25, 26 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, നിനക്ക് വിശന്നാല്, ഒരുപാട് വിശന്നു കഴിഞ്ഞാൽ അവന് അന്യന്റെ ഒരു പറമ്പിലൂടെ ചെന്നിട്ട് അവിടെ മുന്തിരിത്തോട്ടത്തിലാണെങ്കിൽ ഏതാനും മുന്തിരിപ്പഴങ്ങൾ പതിച്ച് തിന്നുകയാണെങ്കിൽ അത് നിയമാനുസൃതമാണ്. എന്നാൽ അത് ഹാർവെസ്റ്റ് ചെയ്ത് കൊട്ടയ്ക്കകത്താക്കി വീട്ടിൽ കൊണ്ടുപോയാൽ അത് മോഷണമാണ്. അല്ലെങ്കിൽ ഗോതമ്പ് കതിരുകൾ പറിച്ചെടുത്ത് വിശപ്പടക്കുകയാണെങ്കിൽ അത് കുറ്റകരമല്ല, അതൊരു കാരുണ്യ പ്രവൃത്തിയാണ് ഉടമസ്ഥനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ അത് അരിവാളുകളുടെ കൊയ്യെടുത്താൽ അത് മോഷണമാണ്.
അപ്പൊ അതുകൊണ്ട് അവർ കുറ്റപ്പെടുത്തുന്നത് ശിഷ്യന്മാർ മോഷ്ടിച്ചു എന്നുള്ള കുറ്റമല്ല, ശാബത്ത് ദിവസത്തിൽ നിഷിദ്ധമായി ചെയ്യുന്നു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആ കതിരുകൾ പറിച്ചെടുക്കുന്നത് അവർ വ്യാഖ്യാനിക്കുക കൊയ്യുന്നതിന് തുല്യമാണ്. അത് തിരുമുക എന്ന് പറഞ്ഞാൽ നമ്മൾ മെതിക്കുന്നതിന് തുല്യമാണ്. അതിന്റെ കതിരുകൾ, അതിന്റെ തവിട് ഊതിക്കളഞ്ഞാൽ അതിന്റെ അർത്ഥം അത് പേറ്റുന്നതിന് തുല്യമാണ്. അങ്ങനെ ഭക്ഷണം പാകം ചെയ്യുന്നതിന് തുല്യമായിട്ട് അത് കണക്കാക്കിയത്. ശാബത്ത് ദിവസത്തിൽ യാഥാസ്ഥിതികരായ യഹൂദന്മാർ ഭക്ഷണം പോലും പാകം ചെയ്യുകയില്ല, തലേ ദിവസം പാകം ചെയ്തിട്ട് വേണം കഴിക്കാൻ. അപ്പൊ അങ്ങനെ നിസ്സാര കാര്യം പറഞ്ഞുകൊണ്ട് യഹൂദന്മാര് ആയ പരിസയരും പ്രമാണിമാര് ഈശോയുടെ മേൽ കുറ്റം ആരോപിക്കുമ്പോഴാണ് ഈശോ അവരോട് രണ്ട് ഉദാഹരണങ്ങൾ പറയുകയാണ്. ഉദാഹരണമായിട്ട് ഈശോ പറയുക ഒന്ന് ദാവീദിന്റെ കഥയാണ്. ദാവീദിന്റെ കഥയില് സൗളിന്റെ പിൻഗാമിയായിട്ട് ദൈവത്തിന്റെ കൽപ്പന പ്രകാരം സാമൂഹ്യ പ്രവാചകൻ ഒരു ഇളയ ചെറുക്കനായിരുന്ന, ഒരു കുടുംബത്തിലെ ഏറ്റവും ഇളയ മകനായിരുന്ന ദാവീദിനെ അഭിഷേകം ചെയ്തു ഭാവി രാജാവായിട്ട്, നിയുക്ത രാജാവായിട്ട്. അവനെയാണ് അക്കാലഘട്ടത്തില് ഗോലിയാത്ത് എന്ന് പറയുന്ന ഫിലിസ്ത്യൻ രാക്ഷസനെ ആർക്കും വകവരുത്താൻ പറ്റാതെ വന്ന അവസരത്തില് ഇസ്രായേലിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒറ്റാലുകൊണ്ട് അവനെ നെറ്റിക്ക് കല്ലടിച്ച് അവനെ കൊന്നുകളഞ്ഞത്. അങ്ങനെ ആളുകളുടെ മുഴുവൻ പ്രീതി അവനുണ്ടായപ്പോൾ സൗൾ പ്രവാചകന് അവനോട് അസൂയയായി. ആ രാജാവ് എങ്ങനെയെങ്കിലും തന്റെ ഭാവി രാജാവായി വരാൻ പോകുന്നവനെ കൊന്നിട്ട് തന്റെ മകൻ യോനാഥാനെ രാജാവാക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഈ ദാവീദ് രാജാവ് അല്ലെങ്കിൽ ദാവീദ് രാജാവ് തന്റെ അനുചരന്മാരുമായിട്ട്, കൂട്ടുകാരുമായിട്ട്, തന്റെ അംഗരക്ഷകരുമായിട്ട് ഒളിച്ചോടി നടക്കുകയാണ് പല സ്ഥലങ്ങളിൽ. അങ്ങനെ ഒളിച്ചോടി നടക്കുന്ന അവസരത്തിൽ അവർക്ക് വിശന്നു. അങ്ങനെ വിശന്ന് വന്നപ്പോൾ അവര് അന്ന് ദേവാലയം പണിതിട്ടില്ല, നോബ് എന്ന സ്ഥലത്താണ് ദൈവത്തിന്റെ സമാഗമ കൂടാരം. ആ കൂടാരത്തിൽ വന്നിട്ട് അവിടുത്തെ പ്രധാന പുരോഹിതനായിരുന്ന അഹിമേലെക്കിനോട് ദാവീദ് പറഞ്ഞു, ഞങ്ങൾക്ക് വിശന്ന് വലയുകയാണ്, എനിക്ക് വേണ്ടി അനുചരന്മാർക്കും എന്തെങ്കിലും ആഹാരം തരണം. അപ്പൊ അഹിമേലെക്ക് നോക്കിയപ്പോൾ ദേവാലയത്തിൽ വേറെ ആഹാരം ഒന്നുമില്ല. ആകെയുള്ളത് ഷോബ്രെഡ് എന്ന് പറയുന്ന തിരുസാന്നിധ്യത്തിന്റെ അപ്പം മാത്രമാണ്. എന്താണ് തിരുസാന്നിധ്യത്തിന്റെ അപ്പം എന്ന് പറഞ്ഞാൽ? ഈ വിശുദ്ധ സ്ഥലത്ത്, അതിവിശുദ്ധ സ്ഥലമുണ്ട്, വിശുദ്ധ സ്ഥലമുണ്ട്. വിശുദ്ധ സ്ഥലത്ത് ദൈവത്തിന്റെ കൽപ്പന പ്രകാരം അക്കായ മരങ്ങൾ കൊണ്ട്, തടി കൊണ്ട് നിർമ്മിച്ച രണ്ട് മേശയുണ്ട്. ആ മേശ സ്വർണം കൊണ്ട് പൊതിഞ്ഞിട്ടുള്ളതാണ്. ആ രണ്ട് മേശമേലായിട്ട് 6 അപ്പം വീതം 12 അപ്പം നിരത്തി വെച്ചിരിക്കും. അത് 12 ഗോത്രങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. അത് ശാബത്ത് ദിവസത്തില് പുരോഹിതന്മാര് ദേവാലയ പരിസരത്ത് വെച്ച് ഏറ്റവും നല്ല പ്യൂറായിട്ടുള്ള ഗോതമ്പിന്റെ പൊടിയെടുത്തിട്ട് അവര് ദേവാലയത്തിൽ വെച്ച് ഉണ്ടാക്കുന്ന അപ്പമാണ്. അത് അങ്ങനെ ഉണ്ടാക്കുന്ന അപ്പം ഓരോ ശാബത്ത് ദിവസത്തിലും 12 അപ്പം ഉണ്ടാക്കി വയ്ക്കും. പിന്നത്തെ ശാബത്ത് ദിവസമാകുമ്പോൾ, ഒരാഴ്ച കഴിയുമ്പോൾ ആ അപ്പം പുരോഹിതന്മാർ തന്നെ കഴിക്കണം. എന്നിട്ട് വേറെ 12 അപ്പം ഉണ്ടാക്കി വയ്ക്കും. അങ്ങനെ പുരോഹിതന്മാർക്ക് മാത്രം കഴിക്കുവാൻ അനുവാദം ഉണ്ടായിരുന്ന ആ അപ്പം ആ ദിവസം, ആ ശാബത്ത് ദിവസമാണ് ദാവീദ് അവിടെ ചെല്ലുന്നത്. ആ പുരോഹിതരെടുത്ത് ഒരു എക്സെപ്ഷൻ ആയിട്ട് അവർക്ക് കൊടുത്തു. ദാവീദിനോ അനുചരന്മാർക്കോ കഴിക്കാൻ അനുവാദമില്ലാത്ത അപ്പം ഒരു എക്സെപ്ഷൻ ആയിട്ട്, ഒരു കാരുണ്യ പ്രവൃത്തിയായിട്ട് അന്ന് പ്രധാന പുരോഹിതൻ ചെയ്തത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിങ്ങൾ കാണുന്നില്ലേ? അത് അവർ കുറ്റമറ്റന്മാരായിരുന്നില്ലേ? അതുപോലെ തന്നെ വേറൊരു ഉദാഹരണം ഈശോ പറയുകയാണ്. ശാബത്ത് ദിവസത്തില് പുരോഹിതന്മാര് മറ്റുള്ളവർക്ക് ചെയ്യാൻ നിശ്ചിതമായ ധാരാളം ജോലികൾ ചെയ്യുന്നു. കാരണം ശാബത്ത് ദിവസത്തിലാണ് കൂടുതൽ മൃഗങ്ങളെ ബലിയർപ്പിക്കുക. അതിന് മൃഗങ്ങളെ കൊണ്ടുവരുന്നു, അവരെ കുളിപ്പിക്കുന്നു, അവരുടെ കഴുത്തറുത്ത് അവരുടെ രക്തം മുഴുവൻ ഊറ്റിക്കളയുന്നു. അതുപോലെ തന്നെ അവരെ എടുത്ത് വെലുവേലിയിൽ വയ്ക്കുന്നു, അവിടെ തീ കത്തിച്ച് അവരെ ദഹിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ജോലികളൊക്കെ നിശ്ചിതമാണെങ്കിലും പുരോഹിതന്മാർക്ക് ചെയ്യുവാൻ അനുവാദമുള്ളത് ഒരു എക്സെപ്ഷൻ അല്ലേ? അതുപോലെ തന്നെ ഇവിടെയും എൻ്റെ ഈ ശിഷ്യന്മാര് ഇപ്രകാരം ചെയ്തത് അവരുടെ ഒരു ബേസിക് നെസസിറ്റി ആണെങ്കിൽ, നിങ്ങളുടെ പൂർവികന്മാരായിട്ടുള്ള ആളുകള് കൊണ്ടുവന്ന നിയമത്തിന്റെ നൂലാമാലകൾ പറഞ്ഞ് അവരോട് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത് നിരപരാധികളായ അവരെ കുറ്റപ്പെടുത്താൻ പാടില്ലായിരുന്നു. ശാബത്തിനേക്കാൾ ശ്രേഷ്ഠനായവനാണ് ഇവിടെ നിൽക്കുന്നത് ഈശോ. കാരണം ഈ ശാബത്ത് കൽപ്പിച്ചത് ദൈവമാണ്. ആ ദൈവം തന്നെയാണ് മനുഷ്യരൂപമെടുത്ത് ഈശോയിലൂടെ വന്നിരിക്കുന്നത്. അതിനുശേഷം അവർ നടന്ന് സിനഗോഗിൽ ചെന്നു. അവിടുത്തെ പ്രാർത്ഥനയ്ക്കായിട്ട് അവിടെ വചനം കേൾക്കാൻ വേണ്ടിയിട്ട് വന്ന ആളുകളുടെ മുമ്പിൽ ഈ ഫരീസയർ കൈ ശോഷിച്ച ഒരുത്തനെ മാറ്റി നിർത്തി. എന്നിട്ട് ഇവന് സുഖപ്പെടുത്തുമോ ഇല്ലോ എന്ന് അറിയാൻ വേണ്ടി. അപ്പോഴാണ് ഇവിടെ ചോദ്യം വരുന്നത്,
നന്മ ചെയ്യുന്നത് ശാബത ദിവസത്തിൽ അനുവദനീയമാണോ അല്ലയോ? കാരണം യഹൂദ നമുക്കറിയാം, ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യ നമ്മൾ കാണുന്നുണ്ട്, 6 ദിവസം കൊണ്ട് ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, 7-ാം ദിവസം ദൈവം വിശ്രമിച്ചിട്ട് വിശുദ്ധമായി ആചരിക്കുവാൻ പറഞ്ഞു. എങ്ങനെയാണ് വിശുദ്ധമായിട്ട് ആചരിക്കേണ്ടത്? അലസനായിരിക്കുവാനല്ല, ദൈവത്തെ ആരാധിക്കുവാൻ മാത്രമല്ല, മറ്റുള്ളവരോട് കാരുണ്യ പ്രവർത്തികൾ കാണിക്കുവാൻ വേണ്ടി കൂടി, നന്മ ചെയ്യുവാൻ വേണ്ടി കൂടി ഉള്ളതാണ്. ശാബതത്തിന്റെ ഒരു ഉറവിടമായിട്ട് പണ്ഡിതന്മാർ പറയുന്ന മറ്റൊരു വ്യാഖ്യാനം, പഴയ കാലത്ത് 12 മണിക്കൂർ അടിമകളും ജോലിക്കാരും എല്ലാം ജോലി ചെയ്യണം, പ്രഭാതത്തിൽ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ, അങ്ങനെ 365 ദിവസം ജോലി ചെയ്യണം. അപ്പൊ അതിന് പകരമായിട്ട് ആഴ്ചയിൽ 1 ദിവസമെങ്കിലും കുടുംബത്തോടൊക്കെ അവർക്ക് ചെലവഴിക്കുവാനും അവർക്ക് വിശ്രമിക്കുവാനും, ശാരീരികമായി മാനസികമായി വിശ്രമിക്കുവാനുമുള്ള അവസരമാണ് ഈ ശാബത വഴി നൽകുന്നത്. അതുകൊണ്ട് ഈശോ പറയുകയാണ്, ഒരാള് തന്റെ ആട് കുഴിയിൽ വീണു പോയാൽ അതിനെ കരയിൽ രക്ഷപ്പെടുത്തുകയില്ലേ, അതുപോലെ തന്നെ നിങ്ങൾ മനുഷ്യന് അതിനേക്കാൾ ശ്രേഷ്ഠമല്ലേ, അതുകൊണ്ട് നിങ്ങൾ കാരുണ്യം കാണിക്കണം. അതുകൊണ്ട് കാരുണ്യത്തിന്റെ പ്രവൃത്തി ഉണ്ടെങ്കിലേ ഉള്ളൂ. ദൈവം ബലി മാത്രമല്ല, ബലിയേക്കാൾ ഉപരി ശ്രേഷ്ഠമാണ് കരുണ കാണിക്കുക. അതുകൊണ്ട് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുവാനും മറ്റുള്ളവരുടെ കുറ്റം നേടുവാനല്ല, മറിച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനുമുള്ള ഒരു നല്ല മനോഭാവത്തിനായിട്ട് നമുക്ക് പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം.